ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തൊട്ടിട്ടുള്ള എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് സൺഡേ ആണ്. അപ്പം ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് കുക്കിംഗ് പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇൻട്രോ എടുക്കുന്നത് ഈവനിങ് ടൈമിലാണ്. ഇന്ന് ഞങ്ങൾക്ക് രാവിലെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. രാവിലെ അല്ല, ഉച്ചയ്ക്ക് ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ കുക്ക് ചെയ്യുന്ന വീഡിയോയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ അതിൻ്റെ ഓരോ പരിപാടികൾ തുടങ്ങി. അപ്പോൾ ഉള്ളി കട്ട് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ ഫുള്ള് വയലറ്റ് കളറായിട്ടുണ്ടായിരുന്നു. ഈ ഉള്ളിക്കൊരു പ്രത്യേക കളറാണ് കേട്ടോ, ഒരു വയലറ്റ് കളറാണ്. അത് മാത്രമല്ല ഒട്ടും ടേസ്റ്റ് ഇല്ല കേട്ടോ ഉള്ളി. ഇന്ത്യൻ ഒനിയൻ അല്ല കേട്ടോ, ഇത് വേറെ ഏതോ ഒനിയനാണ്. അതാണ് ഇതിന് ഇങ്ങനത്തെ ഒരു കളറും. അതേപോലെ ഭയങ്കരമായിട്ട് കണ്ണിങ്ങനെ ഭയങ്കരമായിട്ട് നീറും. സവാള കട്ടിങ് കഴിഞ്ഞിട്ട് നേരെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ഉണ്ടാക്കി നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ ബിരിയാണി. അതിന് ശേഷം ഞങ്ങൾക്ക് ചിക്കനും പ്രോൺസൊക്കെ എത്തിയിട്ടുണ്ട്. ചിക്കനും പ്രോൺസൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എല്ലാം കട്ട് ചെയ്തിട്ടായിരുന്നു കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് വലിയ പരിപാടിയൊന്നും അതിലില്ല, നമുക്ക് ജസ്റ്റ് കഴുകിയെടുക്കാൻ മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഞാൻ പോയി ജസ്റ്റ് എൻ്റെ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി. ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ മുതൽ. അപ്പം മുടിയൊക്കെ സെറ്റാക്കി, പിന്നെ കുറച്ച് ലിപ് ബാമൊക്കെ അപ്ലൈ ചെയ്തു. ഭയങ്കരമായിട്ട് ലിപ്സ് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ലിപ് ബാം ഇപ്പം സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ടൊമാറ്റോ കട്ട് ചെയ്തു, പിന്നെ ചില്ലി പേസ്റ്റ് റെഡിയാക്കി. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ സൺഡേ വാഷിംഗ് പരിപാടികളൊക്കെ അതിൻ്റെ സൈഡിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വർക്ക്. ഞാൻ ഫുൾ കട്ടിങ്, അഞ്ചു ഫുൾ ക്ലീനിങ്, അമ്മയാണെങ്കിൽ കുക്കിംഗ്. അങ്ങനെയായിരുന്നു ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതാ അഞ്ചു ഫുള്ള് ഇതിലൊക്കെ മുളകൊക്കെ പുരട്ടി. അതിന് അഞ്ചുവിനൊരു പ്രത്യേക കഴിവുണ്ട്. അപ്പോൾ അഞ്ചുമാണ് സ്വതവേ ഇങ്ങനെ മുളകൊക്കെ പുരട്ടി വെക്കാറുള്ളത്. അതിനുശേഷം വീണ്ടും കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് ഓരോ സ്ഥലത്തോട്ട് എടുത്ത് വെക്കുകയാണ്. സൺഡേ ആണ് കേട്ടോ ഞങ്ങൾ കൂടുതൽ ഫിഷും ചിക്കനൊക്കെ മേടിക്കുക. എന്നിട്ട് ഞങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാറാണ് പതിവ്. അപ്പോൾ ഇന്ന് അതേപോലെ തന്നെ കുറച്ചധികം സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനിതാ പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അഞ്ചു ക്ലീനിങ് ഒക്കെ ഏകദേശം തീർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബിരിയാണി പ്രിപ്പറേഷനിലേക്ക് കടക്കുകയാണ്. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു, അതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തു, പിന്നെ നമ്മൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നിങ്ങനെ വഴറ്റിയെടുക്കണം കേട്ടോ. അതിലേക്ക് പ്രോൺസ് ഫ്രൈ ചെയ്തിട്ടുള്ള ആ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഉള്ളി നന്നായിട്ട് സോഫ്റ്റ് ആവണം കേട്ടോ. അതാണ് ശരിക്കും ബിരിയാണീൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ചില്ലി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് അതിന് ശേഷം നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നോർമലി ഉള്ള പോലെ തന്നെ റൈസ് ഇട്ടിട്ട് ദം ചെയ്യൊന്നും വേണ്ട. പ്രോൺസ് ബിരിയാണിക്ക് ഞങ്ങൾ സാധാരണ ദം ചെയ്യാറില്ല. പ്രോൺസ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് വേറെ പരിപാടികൾക്കൊക്കെ പോയതുകൊണ്ട് ഫുൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നോർമലി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കാറുള്ളത്. ഭയങ്കര പ്രോ അല്ല, എന്നാൽ പോലും ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ പ്രോൺസ് ബിരിയാണി ഇങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അയറു നന്നായിട്ട് റെഡിയായി മേക്കപ്പൊക്കെ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കാനൊക്കെ. കുറേ മാലും വളക്കിടുന്ന അവൾക്ക് ഇഷ്ടമാണ്. പിന്നെ ഇതാ നമ്മളെ ഗസ്റ്റ് ഫുഡൊക്കെ കഴിച്ചു പോയി. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിച്ച് പകുതി എത്തിയപ്പോഴാണ് എനിക്ക് ഓർമ്മ, അയ്യോ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന്. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല മസാലയൊക്കെ ഉള്ള ബിരിയാണി ആയിരുന്നു. പിന്നെ പ്രോൺസ് ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമുള്ള ബിരിയാണി. ചിക്കൻ ബിരിയാണീനെക്കാട്ടും എനിക്കിഷ്ടം പ്രോൺസ് ബിരിയാണിയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഐസ്ക്രീം കഴിക്കാനൊരു കൊതി. അങ്ങനെ ഐസ്ക്രീമൊക്കെ മേടിച്ച് ഐസ്ക്രീമും കഴിച്ച് നല്ലൊരു ഉറക്കം. ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഉറങ്ങി നീറ്റ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഉറങ്ങി നീറ്റു. പിന്നെ ഞങ്ങളൊന്ന് പുറത്ത് പോയി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടി ഇതാ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ചായക്ക് ഉണ്ടാക്കാൻ ഭയങ്കര മടിയായി. ഫുഡൊക്കെ കഴിച്ച് കിടന്ന് നീച്ചപ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര മടി. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് പോയി. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പുറത്ത് പോകാമെന്നുള്ളൊരു പ്ലാൻ പെട്ടെന്ന് ഉണ്ടായിട്ട് എല്ലാവരും ഉറങ്ങി നീറ്റപ്പം. അപ്പോൾ ഏകദേശം 5:15 അപ്പോൾ നമ്മളിവിടെ അടുത്ത് എവിടെയെങ്കിലും പോയി ചായയും സ്നാക്സും കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. കയറിയപ്പോൾ തന്നെ ഞങ്ങൾ കുറച്ച് നേരം ഡിസ്കസ് ചെയ്യായിരുന്നു എവിടെ പോകണം എന്നുള്ളത്. അപ്പം ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ അടുത്തൊന്നും അങ്ങനെ ഈ സ്നാക്സ് ഒന്നും കിട്ടുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. ഹോട്ടലുകൾ കുറേ ഉണ്ട്, പക്ഷേ സ്നാക്സ് കിട്ടുന്ന ഹോട്ടൽ വളരെ കുറവാണ്. അപ്പോൾ ഞങ്ങൾ കുറേ അധികം നേരം ഡിസ്കസ് ചെയ്തു എവിടെ പോകണം. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഇവിടെയാണ് എത്തിപ്പെട്ടിട്ടുള്ളത്. ഈ അടുത്തിടയ്ക്ക് ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് DIPൻ്റെ അടുത്താണ്. ഇവിടെ അടിപൊളിയായിട്ടുള്ള സ്നാക്സൊക്കെ കിട്ടും. അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് സ്നാക്സൊക്കെ കഴിക്കായിരുന്നു. അപ്പം പൊക്കോട പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ മുട്ട ബജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടി ഈ ചട്നി കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ അതൊക്കെ കഴിച്ചു. പിന്നെ അത് അഫോർഡബിൾ കൂടിയാണ് കേട്ടോ. ഇവിടെ കുറച്ചും കൂടി ലേബർ ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അഫോർഡബിളായിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന സ്ഥലമാണ്.
സീറ്റിംഗ് ഇല്ല, നമുക്ക് പുറത്ത് കാറിലൊക്കെ ഇരുന്ന് കഴിക്കാവുന്നതാണ്. ഞങ്ങൾ ഒരു ദിവസം രാവിലെ ഇവിടെ സ്നാക്സ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സ്നാക്സ് ആയിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്നേ. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി. എനിക്ക് നാളെ ഒരു അത്യാവശ്യ കാര്യത്തിന് പോകാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് രാത്രി തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെക്കുക എന്നുള്ളത്. നല്ല തലവേദനയുണ്ട് കേട്ടോ, പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് കിടന്നുറങ്ങിയാൽ എനിക്ക് ഭയങ്കര തലവേദനയാണ്. എന്നാലും അറിയാണ്ട് ഞാൻ ഉറങ്ങിപ്പോവും. അതിനുശേഷം ഞാൻ നെയിൽ പോളിഷൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായി നെയിൽ പോളിഷൊക്കെ ഇട്ടിട്ട്, അപ്പോൾ ഞാൻ നെയിൽ പോളിഷൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഈ അടുത്ത് ടിമോന്ന് മേടിച്ചിട്ടുള്ള ഒരു നെയിൽ പോളിഷാണ് കേട്ടോ. അതിൽ 2 കളേഴ്സ് ഉണ്ടാവും, 2 സൈഡിലായിട്ട് 2 കളേഴ്സ് ഉണ്ടാവും കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള നെയിൽ പോളിഷായിരുന്നു. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ട്രാൻസ്പെറൻറ്റ് കോട്ട് അടിക്കാറുണ്ട്. അപ്പം കുറേ ദിവസം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഒരു ഷൈനിങ് ഉള്ള പോലെയും ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നെയിൽ പോളിഷ് ആപ്ലിക്കേഷനൊക്കെ കഴിഞ്ഞു. ഞങ്ങളിതാ ചായയൊക്കെ കുടിച്ച് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം ജനറലി സൺഡേസ് ഞങ്ങളിങ്ങനെ പുറത്തൊന്നും പോകാത്ത ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പടം കാണാറുണ്ട്. ഒരു ഈവനിങ് ടൈമൊക്കെ, അല്ലെങ്കിൽ രാവിലെ മുതൽ ഫ്രീ ആണെങ്കിൽ രാവിലെ മുതലേ ഞങ്ങൾ സിനിമകൾ ഓരോന്നൊക്കെ നമ്മൾ ആമസോണിലും സോണി ലീവിലൊക്കെ ഉള്ള ഓരോ സിനിമകളൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു സീരീസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു 3 ദിവസമായിട്ട് ഞങ്ങൾ സീരീസ് കാണുന്നില്ല, ഒരു ത്രില്ലറാണ്. അപ്പോൾ ആ സീരീസിൻ്റെ ഇനി ഒരു 4 എപ്പിസോഡ് കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടി കാണാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നാളത്തേക്കുള്ളതൊക്കെ അയൺ ചെയ്ത് വെച്ചതിൻ്റെ മെയിൻ റീസൺ എനിക്ക് നാളെ 8 മണിക്ക് പോകണം കേട്ടോ. 8 മണിക്ക് പോകണമെന്ന് വെച്ചാൽ ഞാൻ 7:45 ആകുമ്പോഴത്തേക്കും ഇവിടുന്ന് ഇറങ്ങി നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവിടെ ആണ് ഷട്ടിൽ സർവീസിലുള്ളത്. അവിടുന്ന് ബസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അവിടെ പോകണം. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ നാളെ രാവിലെ എങ്ങാനും ലേറ്റായി നീറ്റ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാം രാത്രി തന്നെ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ രാവിലെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര മടിയാവും കേട്ടോ. ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഭയങ്കര മടിയാവും. രാവിലെ എന്ന് വെച്ചാൽ നീക്കൽ തന്നെ വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ നീറ്റ് കഴിഞ്ഞാലും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഭയങ്കര മടിയാവും. പിന്നെ കറക്റ്റ് ടൈമിന് പോയിട്ടില്ലെങ്കിൽ ബസ് മിസ്സാവുകയും ചെയ്യും. കറക്റ്റ് 8 മണി എന്നുള്ള ടൈം ഉണ്ടെങ്കിൽ അവർ ബസ് എടുക്കും കേട്ടോ. അപ്പം അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പം എനിക്ക് നാളെ പ്രാക്ടീസ് സെക്ഷൻ, അതായത് എൻ്റെ പാർക്കിങ്ങിൻ്റെ പ്രാക്ടീസ് വരുന്നത് 10:30-ക്കാണ്. പക്ഷേ ഇവിടുന്ന് ആകെ 8 മണിക്ക് മാത്രമേ ബസ്സുള്ളൂ. പിന്നെ അർജുനെ ഡ്രോപ്പ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അർജുന് രാവിലെ ഓഫീസിൽ പോകാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അതുകൊണ്ട് ഞാൻ ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു. ബസ്സിന് പോയാലും ഇവിടുന്ന് ഏകദേശം ഒരു 35 മിനിറ്റ്സോളം ഉണ്ട് ആ സ്ഥലത്തോട്ട്. ഇൻട്രസിൽ സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്, കുറച്ച് ഉള്ളോട്ടൊക്കെയാണ്. അപ്പം കുറച്ചധികം ദൂരമുണ്ട് ഇവിടുന്ന്, ഒരു 35-38 കിലോമീറ്റേഴ്സോളം ഉണ്ട്. അപ്പോൾ എന്തായാലും അവിടെ എത്തി ഞാൻ കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് സമയമാവുമെന്നാണ് വിചാരിക്കുന്നത്. 10:30 തൊട്ടിട്ട് 12:30 വരെയാണല്ലോ പ്രാക്ടീസ്. അത് കഴിഞ്ഞിട്ട് 12:45 ആകുമ്പോൾ ബസ്സുണ്ട് തിരിച്ച് നമ്മളിവിടേക്ക്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് വരാവുന്ന ദൂരമേ ഉള്ളൂ. പിന്നെ ഈവനിങ് എനിക്ക് ടെസ്റ്റാണ്. എനിക്കറിയില്ല ടെസ്റ്റ് ഞാൻ എങ്ങനെ ആണ് ചെയ്യാൻ പോകുന്നത്. കാരണം 2 മണിക്കൂർ ക്ലാസ് മാത്രമേ എനിക്കുള്ളൂ. കുറച്ചും കൂടി ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ എന്തായാലും നാളെ ഈവനിങ് തന്നെ ടെസ്റ്റ് കിട്ടിയോണ്ട് നാളത്തെ അവസ്ഥയും കൂടി നോക്കിയിട്ട് ടെസ്റ്റ്, അതായത് ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് കുറച്ചും കൂടി പ്രാക്ടീസ് ആവണം എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. ടെസ്റ്റിൽ ഫെയിലായി എന്തായാലും നമ്മൾ ക്ലാസ് എടുക്കണമല്ലോ. അപ്പോൾ ആ ടെസ്റ്റും കൂടി നമുക്ക് അറ്റൻഡ് ചെയ്തിട്ട് ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇനിയിപ്പം പ്ലാനുകൾ. ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനിയിപ്പോൾ രാത്രി ഉച്ചത്തെ ഫുഡ് തന്നെയാണ്. ബിരിയാണി തന്നെ ബാക്കിയുണ്ട്. അപ്പം അമ്മ അതിൻ്റെ കൂടെ കുറച്ച് ഗീ റൈസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ രാത്രി ആർക്കും ഫുഡ് വേണ്ടെന്നാണ് പറയുന്നത്. കാരണം ഈവനിങ് ഞങ്ങൾ സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ട് ആർക്കും അത്ര വിശപ്പൊന്നുമില്ല. അപ്പോൾ എന്തായാലും രാത്രിത്തെ ഫുഡ് ചിലപ്പം സ്കിപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.